ഹലോ ഫ്രണ്ട്സ്, ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നൊരു വെറൈറ്റി പീര മീൻ കറിയായിട്ടാണ് വന്നേക്കുന്നത്. അതായത് ഏത് മീനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഉലുവാച്ചിയാണ്. ഉലുവാച്ചി എന്ന് വെച്ചാൽ തിരുവനന്തപുരത്തൊക്കെ അതിന് കടിമീനെന്ന് പറയാറുണ്ട്, പിന്നെ ഉലുവ മീനെന്ന് പറയാറുണ്ട്. അത് എന്തുകൊണ്ട് അത് ഞാൻ നിങ്ങൾക്ക് മീൻ ഏതാണെന്ന് കാണിച്ചു തരാം. അപ്പോൾ അത് വെച്ച് അതിൻ്റെ വലിയ മീനും കിട്ടാറുണ്ട്, ചെറിയ മീനും കിട്ടാറുണ്ട്. അപ്പോൾ അതിൻ്റെ ചെറിയ മീൻ ഞങ്ങൾക്ക് ഇന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് വെച്ചുള്ളൊരു പീരക്കറിയാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു വിഭവമാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമുക്കതൊന്ന് കുക്ക് ചെയ്തെടുക്കുന്നതിന് മുമ്പായിട്ട് ഇതാണ് ഞാൻ പറഞ്ഞ പീരമീൻ, അല്ലെങ്കിൽ ഉലുവ, കടിമീൻ, അല്ലെങ്കിൽ പല പേരുകളിൽ ഇത് അറിയപ്പെടുന്നുണ്ടായിരിക്കും. പലർക്കും ഈ മീനോട് വലിയ താല്പര്യമൊന്നുമില്ല. പക്ഷേ എൻ്റെ വീട്ടിലെല്ലാവർക്കും ഈ മീൻ വളരെ ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ മിക്കവാറും ഇത് വാങ്ങിക്കാറുണ്ട്. എനിക്ക് തോന്നുന്നു ഇതൊരു പാമ്പിൻ്റെ ഷേപ്പിലൊക്കെ ആയതുകൊണ്ടായിരിക്കും ആർക്കും താല്പര്യമില്ലാത്തത്. ഞാൻ ഇപ്പോൾ എടുത്തേക്കുന്നത് ഇതിലും ചെറിയ മീനാണ് കേട്ടോ. ഇതിലും ചെറിയ മീനാണ് നമ്മൾ പീര പറ്റിക്കാനായിട്ട് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് പീര പറ്റിക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇതിൻ്റെ ചെറുതാണ് കേട്ടോ, വളരെ പൊടിയാണ്. അതാണ് നമ്മുടെ പീര പറ്റിക്കാനായിട്ട് എടുക്കുന്നത്. അപ്പോഴത്തേക്ക് ഇത് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തേക്കാണ്. നമ്മൾ പീര വെക്കുന്നതുകൊണ്ട് തന്നെ വലിയ പീസ് എടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ വളരെ പൊടിയായിട്ട് കട്ട് ചെയ്തെടുക്കുക. ഇതെന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വളരെ ടേസ്റ്റ് ആയിട്ടുള്ളൊരു വിഭവമാണ്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് ചേർക്കാനായിട്ട് എന്തൊക്കെയാണ് ഉണ്ടതെന്ന് നോക്കാം. അത് ഞാൻ ഇവിടെ ഉപ്പിട്ടാണ് കേട്ടോ ഇത് മിക്സ് ചെയ്ത് വെച്ചേക്കുന്ന. കട്ട് ചെയ്ത് ഉപ്പിട്ട് മിക്സ് ചെയ്ത് വെച്ചേക്കാണ്. അപ്പോൾ അതിനായിട്ട് ഇതും ഉലുവാപ്പൊടിയാണ്, അത് നമ്മൾ ആവശ്യത്തിന് എടുക്കുന്നുള്ളൂ. ഇത് നമ്മുടെ പെപ്പർ, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഇത് കുടംപുളി വെള്ളത്തിയിട്ട് കുതുക്കാൻ വെച്ചേക്കാണ്. കറിവേപ്പില ഇത്രേ ആവശ്യമുള്ളൂ. അപ്പോൾ ഇത് ചെറുതായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്ത് വെച്ചേക്കാണ്. ഇത് നമ്മുടെ തേങ്ങ ഇത്രയും ഇത്രയും തേങ്ങ ആവശ്യമുള്ളൂ. ഒരു പിടിയോ ഒന്നര പിടിയോ ആവശ്യമുള്ളൂ. ഇത് നമ്മുടെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് എല്ലാം കൂടെ ഒന്ന് ചതച്ച് വെച്ചേക്കാണ്. അതുപോലെ ഒരു 5 തക്കാളിയുടെ ആവശ്യമുള്ളൂ. 5 തക്കാളി ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്താൽ മതി. ഇത് ഇച്ചിരി ഒന്ന് ചതപ്പ് കൂടിപ്പോയി, ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്താൽ മതി. അതുപോലെ ഒരു കൊച്ചുള്ളി ഇത്ര ആവശ്യമുള്ളൂ ഇതിന്. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ളത്. ഈ കറിക്ക് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു മീനാണ്. അപ്പോഴത്തേക്ക് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഞങ്ങളിവിടെ കുറച്ച് വറുക്കാൻ കൂടി മിക്സ് ചെയ്ത് വെച്ചാൽ വറുക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ. വറുത്താൽ വളരെ ടേസ്റ്റാണ്. അതുകൊണ്ട് തന്നെ ഇതിന് മുളക് പൊടിയും വെളുത്തുള്ളിയൊക്കെ ആയിട്ടൊന്ന് മിക്സ് ചെയ്യും. മുളക് പൊടി, വെളുത്തുള്ളി, നമ്മൾ പൊരിക്കായിടുന്ന ഉപ്പ്, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി എല്ലാം കൂടി ഇട്ട് വറുക്കാനായിട്ടും കൂടെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ പീരക്കറിയല്ലേ വെക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ പീരക്കറിയൊന്ന് വെക്കുന്നതെന്ന് നോക്കാം. നമ്മൾ എടുത്തു വെച്ച ആ തേങ്ങ ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ഇട്ട് ഒന്ന് ചതച്ചെടുക്കുക. ഇതുപോലൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കൊച്ചുള്ളി ചതച്ചെടുക്കണം. അപ്പോൾ ഇതേപോലെ നമ്മുടെ കൊച്ചുള്ളിയും കൂടെ ഒന്ന് ചതച്ചെടുക്കുക. ഇനി ബാക്കി നമുക്ക് എന്താണെന്ന് നോക്കാം. കൂടെ ഇട്ട് നമുക്ക് മിക്സ് ചെയ്യാം. ഉള്ളിയെല്ലാം ഇട്ടിട്ടുണ്ട്. അരയാതെ കിടക്കുന്ന ഉള്ളി ഉണ്ടെങ്കിൽ അതൊന്ന് കട്ട് ചെയ്തിടുക. ഇനി നമ്മുടെ തേങ്ങ മഞ്ഞൾപ്പൊടി ഇട്ട് ചതച്ച് വെച്ച തേങ്ങ, കറിവേപ്പില ചതച്ച് വെച്ചത്, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് എല്ലാം കൂടെ ചതച്ചത്, ഇത്രയും ഉലുവാപ്പൊടി ഇടണം കേട്ടോ. അതായത് ഒരു 1/2 സ്പൂൺ. 1 സ്പൂൺ കുരുമുളക് പൊടി, ഒരു 2 സ്പൂൺ 3 സ്പൂൺ മുളക് പൊടി. നമ്മുടെ തക്കാളി ഒരു 5 തക്കാളി എടുത്തിട്ടുണ്ടാകും, അത് കംപ്ലീറ്റ് ആയിട്ട് ഇടുന്നുണ്ട്. അതൊന്ന് ചതച്ചെടുത്താൽ മതി. ഇത് കുറച്ച് അരഞ്ഞു പോയിട്ടുണ്ട്, കുഴപ്പമില്ല. പിന്നെ നമ്മുടെ കുടംപുളി, ഒരു 5-6 കുടംപുളി. ഇനി എല്ലാം കൂടെ നന്നായിട്ട് ഞെവിടി മിക്സ് ചെയ്യണം. ഇത് നമ്മൾ കുറച്ച് ഉപ്പിട്ട് മീൻ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. കുറച്ചും കൂടെ ഉപ്പിട്ട് ഈ എല്ലാ ഐറ്റവും കൂടെ മിക്സ് ചെയ്തെടുക്കണം. കുറച്ച് ഉപ്പും കൂടെ, ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ടാൽ മതി. എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇതെല്ലാം എൻ്റെ അമ്മയാണ് കേട്ടോ ചെയ്യുന്നത്. അമ്മയുടെ റെസിപ്പിയാണത്. സൂപ്പർ ടേസ്റ്റ് റെസിപ്പിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി തേങ്ങയിലിട്ടിട്ടുണ്ടായിരുന്നു. ബാക്കി നമുക്ക് ഈ ഒരു കൂട്ടിൽ ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ കുറച്ച് എണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ആണെങ്കിൽ അത്രയ്ക്കും നല്ലത്.
ഏത് എണ്ണയാണ് നിങ്ങളുടെ കയ്യിലുള്ളതെന്ന് വെച്ചാൽ അതൊന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മൾ ഗ്യാസിൽ വെക്കുന്ന ചട്ടിയിൽ, നമ്മളെ മൺചട്ടിയിൽ തന്നെ വെച്ച് ഉണ്ടാക്കിയെടുക്കുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ അത്രയ്ക്ക് ടേസ്റ്റ് കിട്ടത്തില്ല. നമ്മളല്ലെങ്കിൽ അടുപ്പത്തിട്ട് വെക്കണം കേട്ടോ. അടുപ്പത്തിട്ട് വെക്കുന്നതാണ് വളരെ നല്ല ടേസ്റ്റായിട്ട് കിട്ടുന്നത്. ഗ്യാസിൽ വെച്ച ആ ഒരു നല്ലൊരു ടേസ്റ്റ് കിട്ടണമെന്നില്ല. നമ്മൾ അടുപ്പ് കൂട്ടി ഇനി അടുപ്പത്താണ് ഇത് നന്നായിട്ട് വേവിച്ചെടുക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ വിറകടുപ്പിലാണ് ഇത് പാകം ചെയ്തെടുക്കാൻ പോകുന്നത്. വിറകടുപ്പിൽ വെച്ചെടുക്കുന്നതായിരിക്കും വളരെ ടേസ്റ്റായിട്ടുണ്ടാവുക. അപ്പം നിങ്ങൾക്ക് ഗ്യാസിൽ വെച്ചാണെങ്കിൽ നിങ്ങൾ ഗ്യാസിൽ വെച്ചോ, കുഴപ്പമില്ല. നമ്മൾ മൺചട്ടിയിൽ പാകം ചെയ്തെടുക്കാൻ നോക്കണം. വളരെ ടേസ്റ്റാണ് മൺചട്ടിയിൽ ഉണ്ടാക്കുന്ന വിഭവങ്ങൾ, വളരെ ടേസ്റ്റായിട്ട് കിട്ടുന്നതായിരിക്കും. ചെറുതായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇത്രയൊന്നും തിളച്ചാൽ പോരാ. നമ്മളിത് വെച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് കിണ്ടി കൊടുക്കല്ലേ കേട്ടോ. അതായത് തവിയിട്ട് ഇളക്കി കൊടുക്കാൻ പാടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അത് മീൻ പൊടിഞ്ഞു പോകും. അതുകൊണ്ട് നമ്മൾ ഇളക്കാതെ തന്നെ ആദ്യം തന്നെ നമ്മൾ കൈവച്ച് മിക്സ് ചെയ്തിട്ടുണ്ടല്ലോ, അത് മതിയാവും. അതുകൊണ്ട് ഇളക്കി കൊടുക്കല്ലോ. ഇടയ്ക്ക് ഇളക്കി കൊടുക്കാൻ പാടില്ല. ഇളക്കി കൊടുത്താൽ മീൻ മൊത്തം പൊടിഞ്ഞു പോകും. അപ്പം നമ്മുടെ മീഡിയം ഒരു തീയിലിട്ട് വേണം ഇത് വേവിച്ചെടുക്കാൻ. ഒരുപാട് തീയായ ചോട്ടി പിടിക്കും. മീഡിയം തീയിലിട്ട് അത് നന്നായിട്ട് വേവിച്ചെടുക്കണം. ഒരുപാട് തീയിട്ട് കൊടുക്കരുത് കേട്ടോ. തൊണ്ടമുളകും കുറച്ച് പുതിനയിലയും കൂടെ ഇട്ട് കൊടുക്കുക. നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി. അല്ലെങ്കിൽ സാധാ നമ്മൾ വെച്ചാണത് വെച്ചെടുത്താൽ മതി. അങ്ങനെ നമ്മുടെ കറി ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. തിളച്ച് വന്നുകൊണ്ടിരിക്കുക. വെള്ളം നന്നായിട്ട് പറ്റി വരുന്നതാണ് നമുക്ക് ആ ഒരു പാകത്തിന് കിട്ടുന്നത്. നമ്മളല്ലാണ്ട് എക്സ്ട്രാ വെള്ളമൊന്നും ആഡ് ചെയ്യുന്നില്ല. ഇതിൽ ഈ നമ്മളിട്ട തക്കാളിയിലൊക്കെ ഉള്ള വെള്ളം തന്നെയാണ് കിടക്കുന്നത്. അത് നന്നായിട്ട് പറ്റി വരണം. അതായത് ഡ്രൈ ആയിട്ടിരിക്കുമ്പോഴാണ് നമ്മുടെ കറക്റ്റ് പാകമാവുന്നത്. അതുകൊണ്ട് ആരും വെള്ളമൊന്നും ആഡ് ചെയ്ത് കൊടുക്കലും. അങ്ങനെ ഇത് ഡ്രൈ ആയിട്ട് വേണം വേവിച്ചെടുക്കാൻ.
അത്രയേ ഉള്ളൂ മുളക് ചീനിക്കും